ഗുഡ് ആഫ്റ്റർനൂൺ ജയശ്രീ. ഹായ്. നല്ല ഭംഗിയുള്ള ചുരിദാറ്, നല്ല ഭംഗി. എനിക്ക് ഇഷ്ടമുള്ള കളർ അത്. റോയൽ ബ്ലൂ അല്ലേ? റോയൽ ബ്ലൂ അല്ലേ? അതെ അതെ, എന്റെ മിസ്. ഓക്കെ, താങ്ക് യു മിസ്. പ്രേയർ ആരാണ്? പ്രേയർ ആരുമില്ല. ആരുമില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഏറ്റെടുത്ത് ചെയ്യണം കേട്ടോ. അനുമോള് പ്രേയർ പാടോ? അയ്യോ മിസ്, പെട്ടെന്നൊക്കെ പറയല്ലേ. ആരെങ്കിലും പാടിക്കോളൂ. നിങ്ങൾ പഠിച്ച പ്രയറോ അല്ലെങ്കിൽ കുട്ടികളുടെ പ്രയറോ എന്ത് വേണേലും പാടാം. പ്രയർ ഇതിലിട്ടുണ്ടായിരുന്നല്ലോ മിസ്, പേര് ഇട്ടുണ്ടായിരുന്നു മെയിൻ ഗ്രൂപ്പില്. ആളില്ലല്ലോ, അപ്പൊ നിങ്ങൾ ആരെങ്കിലും പാടിക്കോളൂ, കുഴപ്പമില്ല. ഞാൻ പാടാം മിസ്. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നുമെന്നിൽ ദയ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂവണിമേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. നല്ല ചിന്തയായി എൻ്റെ മനസ്സിലും, നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എൻ്റെ കരത്തിലും, നന്മയായി നീ കടന്നിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നുമെന്നിൽ ദയാ ചൊരിയണമേ. Okay, thank you. Thought of the day. Thought of the day. Good afternoon, ma'am. Thought of the day ദിസ്മയാണ്. തിരമാലകളെ എനിക്ക് ഇഷ്ടമാണ്. അതിന്റെ ഉയർച്ചയോ താഴ്ചയോ കണ്ടിട്ടല്ല, മറിച്ച് ഓരോ താഴ്ചയിൽ നിന്നും അത് ഉയർന്നു വരാൻ ശ്രമിക്കുന്നു. ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിന്റെ വാക്കുകളാണ് ഇത്. പരാജയങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ ആ പരാജയങ്ങൾ സമ്മതിച്ചുകൊണ്ട് ഒരിക്കലും താഴ്ന്ന് നിൽക്കാൻ പാടില്ല, ഉയർന്നു വന്നുകൊണ്ടേയിരിക്കണം. താങ്ക് യു. Okay, thank you. Simon. Good afternoon all. My name is Hasina. Once upon a time, there lived a lion and a mouse. One day, lion was sleeping. The mouse started playing on it. Lion woke up. He got the mouse and was going to kill the mouse. Requested for forgiveness. The lion let him go. After some days, lion got in a net. Mouse started chewing the rope soon. The lion was set free. He thanked the mouse. Moral: small acts of kindness will be rewarded greatly. Thank you. Okay. സൈനിങ് ചെയ്യുമ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ ക്യാമറ ഓൺ ചെയ്തിട്ട് പറയണം കേട്ടോ, പറ്റുന്നതാണെങ്കിൽ. Okay. ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. ഫുഡ് കഴിച്ചു എല്ലാവരും? കഴിച്ചു മാം. നിങ്ങൾ ലൈവ് സെഷൻ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടോ ക്ലാസ്സില്? ലൈവ് സെഷൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ഒരു ആക്ടിവിറ്റി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്തിട്ടില്ല ആണോ? ഇല്ല. അപ്പൊ നമുക്ക് ഒരു ആക്ടിവിറ്റി ചെയ്താലോ? പേടിക്കണ്ട, എളുപ്പമുള്ള കാര്യമാണ്. നിങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറയാനാണ്. ഓക്കെ, ഇതൊരു ഇമാജിനറി ആക്ടിവിറ്റി ആണ്. നമ്മുടെ എല്ലാ സെൻസസും ഉപയോഗിച്ചുകൊണ്ട് പറയുന്ന കാര്യമാണ്. പക്ഷെ ടോപ്പിക് ഇത്രയേ ഉള്ളൂ. ഹാപ്പിയസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് എന്നാണ് ടോപ്പിക്. ഹാപ്പിയസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ഹാപ്പിയസ്റ്റ് ഡേ എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ?
യെസ്. അപ്പോ അത് നിങ്ങൾ പറയുമ്പോ ഞാൻ ഓരോരുത്തരുടെ പേര് വിളിക്കാം. അപ്പൊ നിങ്ങൾ അധികം സമയം എടുക്കരുത്, വളരെ ബ്രീഫ് ആക്കിയിട്ട് അത് നിങ്ങൾ ആ ഒരു ഹാപ്പിയസ്റ്റ് ഡേ നിങ്ങൾ എങ്ങനെയാണ് അത് അക്സെപ്റ്റ് ചെയ്തത്, ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത് വളരെ ബ്രീഫ് ആയിട്ട് ആ ഫീലിങ്സ്, ആ സമയത്ത് നിങ്ങളിലൂടെ കടന്നുപോയ ചിന്താഗതികൾ, ആ ഇമോഷൻസ് എന്തൊക്കെയാണെന്നൊന്ന് ഓരോരുത്തര്. ഇന്ന് കുറച്ച് എല്ലാവരെയും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇന്ന് ഈ ആക്ടിവിറ്റി ചെയ്യാം. പിന്നീട് എപ്പോഴെങ്കിലും ബാക്കി ക്ലാസ്സിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഇതുപോലെ സമയം കിട്ടുമ്പോൾ നമ്മൾ ചെയ്ത് തീർക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ആക്ടിവിറ്റി ചെയ്യാൻ റെഡി ആണോ? ബുദ്ധിമുട്ടുണ്ടോ ചെയ്യാൻ? ഇല്ല മിസ്. ഇത് തന്നെ വേറെ സംഭവം വരുന്നുണ്ട് കേട്ടോ. എന്താണ്, നമുക്ക് ഹാപ്പിയസ്റ്റ് ഡേ ഉണ്ടെങ്കിൽ വേറൊരു ഡേ എങ്കിലും നമ്മുടെ ലൈഫിലുണ്ടാവും അല്ലെ? എന്താണ് സാഡസ്റ്റ് ഡേയിലും നമ്മൾ ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് നിൽക്കേണ്ട സിറ്റുവേഷൻസ് ആണ് അല്ലെ? അപ്പൊ ആ സമയത്ത് നിങ്ങൾ എങ്ങനെ ആ സിറ്റുവേഷൻ തരണം ചെയ്തു എന്നതും കൂടി നമുക്ക് മറ്റൊരു ആക്ടിവിറ്റിയിൽ എപ്പോഴെങ്കിലും ചെയ്യാറുണ്ടായിട്ട് കുട്ടികളെ ചെയ്യിപ്പിക്കുന്നതാണ്. ഓക്കെ. അപ്പൊ കാര്യം മനസ്സിലായാലും എന്താ ചെയ്യേണ്ടത്? ഇപ്പോ ഏറ്റവും പറയാനുള്ളത്, നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമായതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോ സന്തോഷം കൊണ്ട് ചിലപ്പോൾ കുറെ പറയണമെന്നൊക്കെ തോന്നും, പക്ഷെ കുറെ പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് പോകും അല്ലേ? അപ്പൊ ബ്രീഫാക്കി പറയാം. ഞാൻ പേര് വിളിക്കണോ ഓരോരുത്തരുടെ? ഇതല്ലേ നല്ലത്? ആലോചിച്ചു വെച്ചോ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ വേണ്ട. നിങ്ങൾക്ക് ഏറ്റവും നമ്മളെല്ലാവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷം ഉണ്ടായിരിക്കും ആ സമയം, അത് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ. ഞാൻ ഫസ്റ്റ് പേര് വിളിക്കുന്നത് ഐശ്വര്യ ധനീഷ്. ഐശ്വര്യ മാം, പറയൂ ഐശ്വര്യ. എനിക്ക് ഫസ്റ്റ് എന്റെ ഡെലിവറി ആയിരുന്നു എനിക്ക് ഏറ്റവും സന്തോഷകരമായിട്ട് തോന്നിയൊരു ദിവസം. എനിക്ക് നോർമൽ ഡെലിവറി പ്രതീക്ഷിച്ച് പോയിട്ട് നോർമൽ ഡെലിവറിയുടെ വേദനയും അതുപോലെ തന്നെ സി സെക്ഷന്റെ വേദനയും അനുഭവിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്. നോർമൽ ഡെലിവറിന്റെ വേദന 2 ദിവസം സഹിച്ചു. 3-ാമത്തെ ദിവസമാണ് സി സെക്ഷൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ നമ്മളെ കയ്യിലേക്ക് തരുമ്പോ ഫസ്റ്റ് ഡേ നമ്മൾ കാണുന്ന ആ ഒരു മൊമെന്റ് ആയിരുന്നു എനിക്ക് കൂടുതൽ സന്തോഷം എന്റെ ലൈഫിൽ ഉണ്ടാക്കിയ ഒരു മൊമെന്റ് എന്ന് പറയാൻ. എന്തായിരുന്നു ആ ഒരു സമയത്ത് ഫീലിംഗ് ഒന്ന് പറയാൻ പറ്റുമോ? എനിക്ക് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടപ്പോ എന്താ ആരൊക്കെയോ എന്താ പറയാ, നമ്മുടെ അത്രയും അപ്പൊ വേദനയൊക്കെ നമ്മൾ മറക്കും. ആ സമയത്ത് എത്ര വേദന ഉണ്ടെങ്കിലും നമ്മൾ ആ വേദനയൊക്കെ മറന്ന് ഞാൻ എന്റെ കുഞ്ഞിനെ ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരുള്ളൂ. പിന്നെ എത്രയോ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ കയ്യിൽ തരിക, അവരുടെ ഓരോ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ ഒരുപാട് സന്തോഷം. ഐശ്വര്യ കുഞ്ഞിനെ കണ്ട ആ ഒരു സമയമാണ് ഏറ്റവും ഹാപ്പിയസ്റ്റ് ഡേ അല്ലേ? താങ്ക് യു ഐശ്വര്യ. താങ്ക് യു. ഹസ്ന മീർ കാട്ടിൽ ഉമ്മെന്നാണോ ഹസ്ന? യെസ് മാം. പറയൂ ഹസ്ന. എനിക്കും ഡെലിവറിയുടെ ഡേ ആയിരുന്നു എന്റെ ലൈഫിലെ ഹാപ്പിയസ്റ്റ് മൊമെന്റ്. പറയൂ ഇനിയായിരുന്നു. എനിക്ക് എന്റെ മോളെ കൈ കിട്ടിയപ്പോ എനിക്ക് വളരെ ഹാപ്പി ആയിരുന്നു. ഞാനൊരു എപ്പിലെപ്സി പേഷ്യന്റ് ആണ്. എനിക്ക് കുട്ടികൾ ഉണ്ടാവോ എന്നുള്ള കാര്യം തന്നെ ഒരു സംശയമുള്ള കാര്യമായിരുന്നു. അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞിരുന്നു ഈ ഡെലിവറി ടൈമിലും ഫിക്സ് വരുന്നു. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള കാരണം മോളെ കിട്ടിയപ്പോ എനിക്ക് വളരെ ഹാപ്പി ആയിരുന്നു. നോർമൽ ഡെലിവറി യെസ്, അല്ലല്ല സി സെക്ഷൻ ആയിരുന്നു. 24 hours കാത്തു കഴിഞ്ഞിട്ട് പിന്നീട് ഫിക്സ് വരും എന്നുള്ള കാൽക്കുലേഷൻ കാരണം സി സെക്ഷൻ ചെയ്തു. രൂപ നായർ. എനിക്ക് എന്റെ മോന്റെ ഓർക്കുമ്പോ സന്തോഷം തന്നെ. എനിക്ക് മലയാളം അറിയില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ പഠിച്ചതെല്ലാം ബോംബെ തന്നെയാണ്. മലയാളം അറിയില്ലെങ്കിൽ ഓനൊന്ന് പഠിപ്പിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പറഞ്ഞാൽ മനസ്സിലാവും, പക്ഷെ എഴുതാനും വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ പഠിച്ചതെല്ലാം കമ്മ്യൂണിക്കേഷൻ പറ്റില്ല, മലയാളം സംസാരിക്കും, പക്ഷെ എഴുതാനും വായിക്കാൻ അറിയില്ല, അത്രേ ഉള്ളൂ.
ഒന്നില്ലെങ്കിൽ കോഴ്സ് കഴിയുമ്പോഴേക്കും രൂപ മലയാളം പഠിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഇംഗ്ലീഷ് പഠിക്കും. ആയിക്കോട്ടെ മാം. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ ഇപ്പം മലയാളം പഠിക്കുന്നുണ്ട്, മോൻ പഠിപ്പിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ കുറച്ച് സന്തോഷമുണ്ട് എനിക്കിപ്പോ. അപ്പൊ പറയൂ, നമുക്ക് ഏറ്റവും ഹാപ്പിയസ്റ്റ് ഡേ എന്തായിരുന്നു രൂപയുടെ? എന്റെ മോൻ ജനിച്ച സമയത്ത് എനിക്ക് കുറച്ച് നോർമൽ ഡെലിവറി വീട്ടിൽ നിന്ന് തന്നെ ആയി, പെയിൻ സ്റ്റാർട്ട് ആയി. ഹോസ്പിറ്റലിൽ എത്തിയാടെ പാടെ ആയിപ്പോയി. ഹോസ്പിറ്റലിൽ ആദ്യം ഡോക്ടർ പറഞ്ഞിനി അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, വീട്ടിൽ നിൽക്കാം. ആ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. അന്നേരം കൺഫ്യൂഷൻ ആയിരുന്നില്ല. ആ ദിവസമാണ് ഏറ്റവും ഹാപ്പി അല്ലേ? അതെ മാം. ശരിക്കും രൂപയുടെ പ്ലേസ് എവിടെയാണ്? ഞാൻ ഇവിടെ തന്നെ നാട്ടിലാണ്, തളിപ്പറമ്പ്, കണ്ണൂർ. അല്ലടാ, എവിടെയായിരുന്നു ആദ്യം പറഞ്ഞ എവിടെയാ? ഞാൻ ബോംബെയിലാണ് ഉണ്ടായിനി. ഞാൻ പഠിച്ചത് ബോംബെയിൽ. നമ്മുടെ ക്ലാസ്സിലൊരു കുട്ടി ബോംബെക്കാരി ഉണ്ട് അല്ലേ? എനിക്ക് സന്തോഷമാണത്. പക്ഷെ എനിക്ക് മലയാളം ബുദ്ധിമുട്ടാണ് പറയാനായിട്ട്, അതാണ് പിന്നെ ആരോട് സംസാരിക്കാത്ത. എത്ര രൂപ നമ്മള് ക്ലാസ് എടുക്കുമ്പോ മനസ്സിലാവോ? മനസ്സിലാവുന്നുണ്ട് ടീച്ചർ, എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മൾ ഏത് ഭാഷ പഠിപ്പിക്കും? ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ പറഞ്ഞു തന്നെ കേട്ടോ, പറയണമെങ്കിൽ പറയണം. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. മലയാളം വായിക്കാൻ മാത്രം ബുദ്ധിമുട്ടില്ല, ബാക്കി ഓക്കെയാണ്. താങ്ക് യു. ഓക്കെ, ശരി. താങ്ക് യു. ജയശ്രീ, ജയശ്രീ കെ. മ്യൂട്ടാണ്. എനിക്കും സെയിം മീസ്. മൂത്ത ആള് ഡെലിവറി ആയപ്പോഴാണ് ഭയങ്കര ഹാപ്പി. അയാളെ നേരിട്ട് കാണിച്ചു തന്നു. സിസേറിയൻ സെക്ഷൻ ആയിരുന്നു. അപ്പൊ മോനെ പുറത്തെടുത്തപ്പോ ആ ഒരു കരച്ചില് നേരിട്ട് കേട്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛനെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ അച്ഛനെ കാണിച്ചു. നമ്മള് ബ്രാഹ്മൺസ് ആണ് മിസ്. അപ്പൊ ഇതേപോലെ മോതിര വെള്ളം കൊടുക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കൊടുത്തു. അപ്പോ അത് തന്നെയാണ് ഏറ്റവും വലിയ നിമിഷം. പിന്നെ രണ്ടാമതായി കഴിഞ്ഞപ്പോഴും മൂത്ത ആളെ വിട്ടു നിൽക്കുന്ന വിഷമം ഭയങ്കരമായിരുന്നു. എന്നാലും ഹാപ്പി ആയിരുന്നു. രണ്ടുപേരായിട്ട് മുന്നോട്ട് പോയി. ഇപ്പൊ ഇളയാള് മോളാണ് മിസ്. അപ്പൊ മൂന്നാമത് പെൺകുട്ടിയാവുന്ന ഒട്ടും വിചാരിച്ചിട്ടില്ല. കാരണം നമ്മുടെ ഈ തലമുറ അനുസരിച്ച് ആൺകുട്ടികൾ തന്നെ ആയിരിക്കും എന്നാണ് അമ്മായിമ്മയൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പൊ മൂന്നാമത് മോളാണ് മിസ്. ആയി കൊടുത്ത ഇതാണ് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് BP ഹൈ ആയിരുന്നു മിസ്. 6th month ബേബിയാണ്, പ്രിമേച്ചർ ആണ്. രണ്ടുപേരും കിട്ടൂലെന്നാ പറഞ്ഞ ഡോക്ടർ. രണ്ടുപേരെയും കിട്ടി. അതെ, BP ഹൈ ആയിരുന്നു. ഇപ്പൊ ക്രിറ്റിക്കൽ ഒരു മൂന്നാമത്തത് ഡെലിവറി കുറച്ച് ഡേഞ്ചർ ആയിരുന്നു. അപ്പൊ അങ്ങനെ അത് 3 മിസ്. ഇല്ല മിസ്, കുഴപ്പമൊന്നുമില്ല. ആള് ഓക്കെയാണ്, ആക്റ്റീവാണ്. സ്കൂളിൽ പോവാൻ ഭയങ്കര മടിയും കരച്ചിലുമാണ്, അത് മാത്രമേ ഉള്ളൂ. അങ്കമാടിയിൽ ഇഷ്ടമായിരുന്നു. ഇപ്പൊ എഴുതാനൊക്കെ തുടങ്ങിയല്ലോ, ഓരോ കാര്യങ്ങൾ എഴുതാൻ തുടങ്ങി. CBSE സ്കൂളാണ്. ഏറ്റവും കൂടുതൽ ഹാപ്പി 3 കുട്ടികളുടെയും ഡെലിവറി ടൈം. ഇപ്പൊ അവരുടെ എൻജോയ് ചെയ്ത് പോണു ഓരോ കാര്യങ്ങള്. അതെ, 3 കുട്ടികളുടെയും അനുഭവിച്ചുകൊണ്ടും ഇരിക്കണം മിസ്. ഓരോ വാശികളും വഴക്കും ബഹളവും അതിന്റെ ഇടയ്ക്കാണ് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. താങ്ക് യു. അർച്ചന രാജേഷ്. അർച്ചനയുടെ ഹാപ്പിയസ്റ്റ് ഡേ എപ്പോഴായിരുന്നു അർച്ചന? എനിക്കൊരു ഡിഫറെന്റ് ടൈം ആവാം. കാരണം എനിക്ക് എന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൈ കിട്ടിയപ്പോഴായിരുന്നു ഭയങ്കര ഒരു ഹാപ്പി. അതെനിക്ക് ബ്ലോക്ക് ആയിട്ട് കിടക്കുമായിരുന്നു. എന്റെ സർട്ടിഫിക്കറ്റ് കല്യാണം ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേനും കല്യാണമായി. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് പിന്നെ എനിക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും മേടിക്കാൻ പറ്റില്ല. അങ്ങനെ എനിക്ക് 3-4 ജോലി പോയി. സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കാരണം 3-4 ജോലി എനിക്ക് നഷ്ടപ്പെട്ടു. പിന്നെ അതെനിക്ക് മേടിക്കണം എന്നൊരു BA ഹിസ്റ്ററി ആയിരുന്നേ. BA ഹിസ്റ്ററി. അത് കഴിഞ്ഞ് പിന്നെ അതിനുള്ള ശ്രമമായിരുന്നു അതെങ്ങനെയും മേടിച്ചെടുക്കാനായിട്ടുള്ളത്. ഞാൻ യൂണിവേഴ്സിറ്റി പോയി അവിടെ അപേക്ഷ കൊടുത്തു. പക്ഷെ എനിക്ക് അവിടെ നിന്നും പിന്നെ കിട്ടിയില്ല. 1 വർഷം കഴിഞ്ഞിട്ടും കിട്ടിയില്ല. അത് കഴിഞ്ഞ് പിന്നെ കമ്പ്യൂട്ടർ സെന്ററിൽ ചെന്ന് വീണ്ടും അപ്ലൈ ചെയ്തു. അത് പിന്നെ ഈ കഴിഞ്ഞ ആഴ്ചയാണ് എനിക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അറിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഈ മോണ്ടിസോറി കോഴ്സിന് ചേർന്ന് കഴിയണമെങ്കിൽ നമുക്കൊരു സ്കൂളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ സ്കൂളിൽ കിട്ടണമെങ്കിൽ ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൂടെ വേണം. അപ്പൊ എനിക്ക് കഴിഞ്ഞ സർട്ടിഫിക്കറ്റും കിട്ടി. ഇപ്പൊ ഈ കോഴ്സിനും ചേരാൻ പറ്റിയത്
പിന്നെ എനിക്കൊരു ജോലി കിട്ടിയാല് എനിക്ക് ജോലി കിട്ടിയായിരുന്നോ? ജോലി എനിക്ക് സർട്ടിഫിക്കറ്റ് കാരണം കയറാൻ പറ്റിയില്ല, പല സ്ഥലത്തും കിട്ടാത്തതുകൊണ്ട്. അങ്ങനെ പോയി. ഇനിയിപ്പോ എനിക്ക് സർട്ടിഫിക്കറ്റ് മോണ്ടിസോറി കോഴ്സ് കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് ജോലിക്ക് കയറണം. അങ്ങനെ എനിക്ക് എന്റെ ഹസ്ബൻഡിനെ വീട്ടുകാരെ സഹായിക്കണം. അതെന്റെ ഒരു വലിയൊരു കാര്യമാണ്. അതെ, നമ്മള് മോണ്ടിസോറി സർട്ടിഫിക്കറ്റ് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഇപ്പൊ സ്കൂളിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോവാം, പ്രശ്നമില്ല. ക്ലാസ് അതിനിടയിൽ ക്ലാസ് ഒക്കെ മറ്റൊന്ന് ചെയ്താൽ മതി. വിളിച്ചു കഴിഞ്ഞാൽ അവസരങ്ങളൊന്നും ഒരിക്കലും വേണ്ടാന്ന് വെക്കണ്ട. അപ്പോഴാണ് അത് പോണത് കേട്ടോ. ഒരു പ്രാവശ്യം വരുള്ളതൊക്കെ ചിലപ്പോ നമ്മളായിട്ടത് കളയേണ്ട കാര്യമില്ല കേട്ടോ. അപ്പൊ സ്കൂളിൽ നിന്ന് വിളിച്ചാൽ പോയിക്കോളൂ, ധൈര്യമായിട്ട് വെക്കോളൂ കേട്ടോ. പഠിപ്പിക്കാനൊക്കെ എല്ലാവർക്കും പറ്റും, എക്സ്പീരിയൻസ് ആയിക്കോളും. ശരി, താങ്ക് യു. ബിന്ദുജ ഉമേഷ്, ബിന്ദുജ കേൾക്കുന്നില്ല. ബിന്ദുജ പറയും. ആക്ടിവിറ്റി നിങ്ങളോട് ഒരു കാര്യം പറയാം. ആക്ടിവിറ്റി ചെയ്യുന്നതിന് കുറെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, ലാസ്റ്റ് പറയാം. നിങ്ങൾക്ക് പറഞ്ഞോളൂ. ഓക്കെ. ഹായ് മാം. എനിക്ക് സന്തോഷമുള്ള കാര്യം കുറെ ഉണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷമായത്, എനിക്ക് അമ്മയില്ലായിരുന്നു. അമ്മ ചെറുപ്പത്തില് മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്റെ കല്യാണം കഴിഞ്ഞ് വരുന്ന വീട്ടില് ഉള്ള അമ്മ എന്നെ സ്വന്തം മോളെ പോലെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്റെ അമ്മേന്റെ സ്നേഹം അവരോട് ഞാൻ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ എനിക്ക് അതൊരു വലിയ സ്നേഹമായിരുന്നു, വലിയ ഒരു സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. അമ്മേന്റെ സ്നേഹം കിട്ടാണ്ട് നമുക്ക് കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് പാട്ട് പാടുന്നത് ഭയങ്കര ഇഷ്ടം. അപ്പോ ഞാനും ഒരു സ്റ്റേജിൽ പോയിട്ട് പാടണം എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു. ഇപ്പൊ ടിവിയിൽ ഒരു പ്രോഗ്രാമിൽ ഇപ്പൊ ഒരു മ്യൂസിക്കൽ വൈഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഫ്ലവേഴ്സിൽ. അപ്പൊ അതിൽ കയറണം എന്നുള്ള, എനിക്ക് കേറിയിട്ടില്ലെങ്കിലും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോ ഹസ്ബൻഡ് കൊണ്ടുപോയി മറ്റേ എറണാകുളത്ത്. അവിടെ നമ്മൾ മറ്റേ ഓഡിഷന് പോയി അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് കിട്ടിയില്ല. പക്ഷെ എന്നാൽ കുറെ ആൾക്കാർ, എന്നാലും എനിക്കൊരു സന്തോഷം എന്നുവെച്ചാൽ നമ്മളും പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തല്ലോ എന്നുള്ളൊരു സന്തോഷം. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. പാട്ട് പഠിക്കുന്ന ആളാണോ? ഇല്ല, പാട്ട് പഠിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ചെറുതിലെ പാട്ട് പാടും. പിന്നെ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ കുട്ടികളെയും വലിയ ആൾക്കാരെയും ഡാൻസ് പഠിപ്പിക്കാറുണ്ട്. പിന്നെ അവസരങ്ങൾ വരുമ്പോ സ്റ്റാർ സിംഗറിലൊക്കെ പോയി നോക്കുമായിരുന്നില്ലേ? സ്റ്റാർ സിംഗറിലായില്ല, എന്നെ ഫിലിമിലെല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു മാം. ഷോർട്ട് ഫിലിം ഉണ്ടാവുമല്ലോ, അതിൽ സോങ് പാടാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു സാഹചര്യം കൊണ്ട് അങ്ങനെ പോവാൻ പറ്റിയില്ല. അതുകൊണ്ടാ അപ്പൊ എനിക്ക് അമ്മയില്ലല്ലോ, അച്ഛൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് അതിന് മറ്റേ അമൗണ്ടും വേണമല്ലോ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ പിന്നെ ഏട്ടനെല്ലാം സപ്പോർട്ടാണ് ഭയങ്കര. എന്റെ ഏട്ടനും ചേച്ചിയും എല്ലാം സപ്പോർട്ടാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര അങ്ങനെ പാട്ടുകൾ ഇഷ്ടമായിരുന്നു. അപ്പൊ എനിക്ക് മറ്റേ അതാണ് വലിയ ഒരു സന്തോഷം എന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. ഹായ് മാം. പിന്നെ എനിക്ക് സന്തോഷമായിട്ട് തോന്നിയെന്ന് വെച്ചാല്, എനിക്കും ഡെലിവറി ഇല്ല. പക്ഷെ അതുപോലെ തന്നെ സന്തോഷകരമായിട്ട് തോന്നിയത് എന്താന്ന് വെച്ചാ, എന്റെ മോള് ആദ്യമായിട്ട് സംസാരിച്ച ദിവസമാണ് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി. അത് കേൾക്കും, അത് അത്ര ക്ലിയർ ഒന്നും ആവുമൊന്നുമില്ല, എന്നാലും എന്തൊക്കെയോ കുറച്ച് സംസാരിച്ചു. അത് കേട്ടപ്പോ എന്താ പറയാ, അതെങ്ങനെ എനിക്ക് പറഞ്ഞു തരണ്ടേന്ന് മനസ്സിലാവുന്നില്ല. അത് ഭയങ്കര ചില സന്തോഷങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എക്സ്പ്രസ് ചെയ്ത് പറയാൻ പറ്റുന്നതല്ല. എനിക്ക് മനസ്സിലാവും കേട്ടോ. ശരി, രമ്യ കെ. രമ്യ. ഹായ് മാം. ഹായ്. എന്റെ ഹാപ്പിയസ്റ്റ് ഡേ ഇൻ ലൈഫ് എന്ന് പറയുന്നത്, എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചില സാഹചര്യങ്ങളോട് പഠിക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം മോൾക്ക് അതിൽ ചെറിയ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊണ്ട് ചേർത്തായിരുന്നു. അപ്പം ഫസ്റ്റ് അവള് ഗുരുവായൂരിലെ സിനിമ ഒരു പെർഫോമൻസ് ചെയ്തായിരുന്നു. അത് കണ്ടപ്പോഴാണ് ശരിക്കും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം മോള് ചെയ്ത് കണ്ടപ്പോ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതെ,
സ്റ്റേജിൽ കണ്ടു നിന്നപ്പോ ഭയങ്കര പ്രൗഡായിരുന്നു അല്ലേ? ഭയങ്കര പ്രൗഡാണ്. ഇതുവരെ അരങ്ങേറ്റായിട്ടില്ല, ഈ ഇയർ അരങ്ങേറ്റാവും പറയുന്നുണ്ട്. ഓക്കെ, ശരി. സന്തോഷം കൊണ്ടാണോ ഇങ്ങനെ കണ്ണൊക്കെ ഉണ്ടായത്? ഓക്കെ, താങ്ക് യു. താങ്ക് യു. രജിഷ മിഥുൻ. രജിഷ. ഹായ് മാം. ഹായ്, പറയൂ. കുറേ സന്തോഷങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എടുത്തു പറയുന്നത് ഞാൻ ഈ സ്നേഹിച്ച് കല്യാണം കഴിച്ചായിരുന്നു. അപ്പം എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ ഭാഗത്തുനിന്ന് ഒരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവരുമായിട്ട് ഇതായി, നല്ല ഇതിലായി. അപ്പം എൻ്റെ ഹസ്ബൻഡിന് അങ്ങനെ പറയാ, ആ സമയത്ത് ജോലിയില്ല, അങ്ങനെ ഒരു കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എൻ്റെ അച്ഛൻ ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ കാര്യത്തിലാണ്. കാരണം നല്ല പോലെ നോക്കുന്നു, പിന്നെ ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ 2 വണ്ടിയുണ്ട്, ഇപ്പം ട്രാവലർ 2 വണ്ടി ഇറക്കിയിട്ടുണ്ട്. ഇപ്പം ഡ്രൈവറും ഉണ്ട് ഓർമ്മിച്ചിട്ട്. അപ്പം വെറുതെ ഇരുന്നിട്ട് ഓർക്ക് അങ്ങനെയുള്ളൊരു സന്തോഷം എന്താ പറയാ. എൻ്റെ അച്ഛനെ ഞാൻ ദിവസം വിളിച്ചു പറയും, എൻ്റെ മക്കളിൽ നീയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് ഇതായത്. പക്ഷെ നീ ഇങ്ങനെ പോയിക്കളെന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷെ എനിക്കിപ്പം ഭയങ്കര സന്തോഷമുണ്ട് മോളെ നിന്റെ കാര്യത്തിൽ. കാരണം ഇപ്പൊ എന്ത് കാര്യത്തിനായാലും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അച്ഛനെയാ വിളിക്കുക. എന്ത് കാര്യങ്ങൾ പറയാനും. അങ്ങനെയാണോ പറഞ്ഞത്? അതെ അതെ അതെ, ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചു. നമ്മുടെ ലൈഫില് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് നേരത്തെ ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആണ്. അതൊക്കെ നടക്കാവുന്ന കാര്യങ്ങളാണ്. നടന്നു കഴിഞ്ഞു. ഇപ്പൊ വീട്ടുകാരൊക്കെ ഇല്ലേ കൂടെ? അല്ല, അച്ഛനും അമ്മയായിട്ട് നമ്മൾ അങ്ങനെ ഇതില്ലായിരുന്നു, അടുപ്പമില്ലായിരുന്നു. പിന്നെ അവര് വിളിച്ചിട്ട് ഇപ്പം അതാണ് ഏറ്റവും എൻ്റെ ലൈഫിൽ ഏറ്റവും എന്താ പറയാ, അച്ഛനെ കൈ പിടിച്ചിട്ട് മോളെ നീ ചെയ്തത്. ഞാൻ എപ്പോഴും അടുത്തുള്ളവരെല്ലാം ഈ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും എന്താ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അച്ഛനെല്ലാം വിളിച്ചു കൊടുക്കും. പക്ഷെ എനിക്കത് ആ ഒരു അവസ്ഥ ഇതുവരെ വന്നിട്ടേ ഇല്ല. കാരണം ഞാൻ അങ്ങനെ നോക്കുന്നു. സന്തോഷത്തോടെ പറഞ്ഞത് അറിയാം കേട്ടോ. താങ്ക് യു. അനുമോളെ എങ്ങനെ വിളിച്ചാൽ കുഴപ്പമുണ്ടോ? അനുമോളെന്നാ വിളിച്ചത്. പേര് നല്ല രസമാണ് വിളിക്കാൻ. പറയാ അനുമോൾ. എനിക്ക് സെക്കൻഡ് ഡെലിവറി അതാണ് ഏറ്റവും ഹാപ്പിയസ്റ്റ് ഡേ എന്ന് പറയുന്നത്. കാരണം എനിക്ക് കുറെ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. 7ാം മാസം മുതലേ പെയിൻ ആയിരുന്നു. അപ്പം 7ാം മാസം മുതലേ ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പൊ സിസേറിയൻ ആണ് ചെയ്തത്. 8ാം മാസം തന്നെ കുഞ്ഞിനെ വെളിയിൽ എടുക്കേണ്ടി വന്നു. അപ്പം ഡോക്ടർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊച്ചിന് കോംപ്ലിക്കേഷൻ ഉണ്ടാവും, നേരത്തെ ഉണ്ടാവുന്ന കുഞ്ഞല്ലേ, അപ്പൊ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഡെലിവറി സിസേറിയന്റെ സമയത്ത് കുഴപ്പമൊന്നുമില്ലാതെ കുഞ്ഞിനെ കിട്ടി. അപ്പൊ അത് എനിക്ക് വളരെ ഹാപ്പിയസ്റ്റ് ഡേ ആയിരുന്നു. ആ സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നെന്ന് പറയാൻ പറ്റില്ല, കണ്ണ് നിറഞ്ഞൊഴുകുമോ. നമുക്ക് ബോധമുണ്ട് സിസേറിയൻ സമയത്ത്. അന്നേരം നമുക്ക് കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്നറിയുമ്പോ വളരെ സന്തോഷമായിരുന്നു. ഓക്കെ, താങ്ക് യു. ഹാപ്പിയസ്റ്റ് ഡേ അല്ലേ? യെസ്. ഹസീനെ വിളിച്ചാണോ? ഇല്ല മാം. ഹസീന പറയൂ. എനിക്ക് ഏറ്റവും ഹാപ്പിയസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ലൈസൻസ് കിട്ടി. അതാണ് എനിക്ക് ഏറ്റവും. എന്റെ കൂടെ 2 ആളുണ്ടായിരുന്നു. അത് 2 ആളുണ്ടായിരുന്നു ടെസ്റ്റിന് പോകുന്ന സമയത്ത്. അവിടെ വീട്ടിൽ നിന്നായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ ചെന്നപ്പോ ഒന്നിങ്ങ 2 ആളും പാസ്സാവണ്ടേ, അല്ലെങ്കിൽ ഒരാളായിട്ട് പാസ്സായി വരുമ്പോ അതൊരു വിഷമല്ലേ. അങ്ങനെ ഫസ്റ്റ് ഞാനാണെങ്കിൽ കുറെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ലൈസൻസിന് കൊടുത്തത്. എങ്ങനെ? 2 വീലേഴ്സ് ആണോ 4 വീലർ ആണോ? 4 വീലറിന്. അപ്പൊ നമ്മള് പാസ്സായി കഴിഞ്ഞാല് ഫയല് നമ്മളെ കയ്യിൽ തരില്ല. പാസ്സായോ ഇല്ലേന്ന് പോലീസുകാർ അവര് പറയുന്നത് RTO പറയില്ല. അവര് ഫയല് തരില്ല. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അത് പാസ്സായി എന്നുള്ളത്. പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു, എന്നോടത് പറഞ്ഞില്ലായിരുന്നു. അപ്പൊ ഞാൻ ടെസ്റ്റ് കഴിഞ്ഞ് വണ്ടി നിർത്തിയതിന്റെ ശേഷം ഞാൻ ഫയലിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്ക. അപ്പൊ പിന്നെ എന്നോട് തന്നെ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ ഇങ്ങനെ പറയുന്നത്, ഇത് ഇറങ്ങി പോന്നു. പിന്നെ ടീച്ചർ അടുത്ത് ചെന്നപ്പോ ഫയല് ചോദിച്ചിരുന്നെങ്കിൽ നിനക്ക് തന്നീന്നു, നിന്റെ ലൈസൻസ് നിനക്ക് കിട്ടിയതും കട്ടായി പോയെന്ന് പറഞ്ഞു എന്നോട്. അപ്പോഴാണ് എനിക്ക് അവരാദ്യമൊന്നും പറഞ്ഞു തന്നില്ല ഇങ്ങനെയാണ്.
ഫയല് തരില്ല എന്നൊന്നും. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഇത്. അപ്പൊ നമ്മൾ കേട്ടോ വ്യത്യസ്ത അനുഭവങ്ങൾ എല്ലാരും പറയുന്നത്. ഇനി വരൂ. അടുത്തതാരാണ്? ശ്രുതി സനീഷ്. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഞാൻ ഏറ്റവും ഹാപ്പി എന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രത്യേക കേസാണ്. ഞാൻ 17 വയസ്സിൽ +2 പാസ്സായി കഴിഞ്ഞിട്ട് 3 വർഷം അമ്മ സ്ട്രോക്ക് വന്ന് തളർന്നു പോയപ്പോൾ പഠിക്കാൻ പറ്റിയില്ല. പിന്നെ 20ാമത്തെ വയസ്സിൽ കല്യാണമായിരുന്നു. പിന്നെ 2 മക്കള്. 27ാമത്തെ വയസ്സിൽ ഹസ്ബൻഡ് അബ്രോഡ് പോയി. അപ്പൊ എനിക്ക് വീണ്ടും പഠിച്ചോളൂ എന്നൊരു ഞാൻ വീട്ടിൽ ചുമ്മാ ഇരിക്കാൻ തുടങ്ങി. എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. അപ്പൊ പഠിച്ചോളൂ എന്ന് ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് വന്നു. വീണ്ടും എന്നെ കോളേജിൽ ചേർത്തു. അപ്പൊ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം 27ാമത്തെ വയസ്സിൽ ഞാൻ ചെല്ലുന്നത് 17, 18 ആ ഒരു ഏജിലുള്ള കുട്ടികളുടെ ഒപ്പം പഠിക്കാനായിട്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനുമാണ്, ഭയങ്കര ഹാപ്പിയാണ്, അതിലപ്പുറം ടെൻഷനാണ്. കാരണം അവരൊക്കെ എന്നെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? പക്ഷെ അവിടുത്തെ എന്റെ ഡിപ്പാർട്ട്മെന്റിലെ HOD എന്നെ മോളേന്നാ വിളിച്ച്. ആ ഒരു വിളി എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എനിക്ക് 2 മക്കളുണ്ട്, 2 മോളാണ്. അപ്പം എന്റെ കാര്യം എന്റെ കോളേജിൽ ചെല്ലുമ്പോൾ തൊട്ട് അഡ്മിഷൻ ടൈമിൽ തൊട്ട് എല്ലാവരും എന്റെ ഇനിഷ്യൽ ശ്രുതി 2 മക്കളുടെ അമ്മ എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞാണ് മിസ്സുമാര് HOD എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം എന്നിട്ട് പോലും എന്റെ HOD എന്നെ മോളെ എന്ന് വിളിച്ചപ്പം എനിക്ക് ഭയങ്കര ഒരു ഇത്രയും വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ 10 വർഷമായിട്ട് പേനയോ പേപ്പറോ എടുത്തിട്ടില്ല. അപ്പൊ വീണ്ടും പഠിക്കാൻ ചെന്നപ്പോ എനിക്ക് ആ വിളി ഭയങ്കര സന്തോഷത്തിലധികം ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. കാരണം അത്രയും എന്നെ അങ്ങ് സ്വീകരിച്ചല്ലോ എന്നുള്ള, കാരണം ഞാൻ വിചാരിച്ചു എന്നെ എല്ലാരും മാറ്റി നിർത്തുമായിരിക്കും എന്നുള്ളൊരു ഭയങ്കര ടെൻഷനിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പൊ പിന്നെ ആ ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ എന്നോട് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഭയങ്കര ഹാപ്പി. ആ ദിവസം എനിക്ക് മറക്കാൻ പറ്റില്ല മിസ്. അനുഭവം. കാണുന്നില്ലല്ലോ നിങ്ങളൊന്നും. ഏത്? അച്ചു ജായ് ആരാണ്? അച്ചു എന്ന് പേരുള്ള ആരാ? ഐശ്വര്യ രാഹുൽ. കേക്കുന്നുണ്ടോ? ഓർമ്മയുണ്ട് ഐശ്വര്യ കേട്ടോ. മിസ്, എനിക്ക് ഏറ്റവും ഹാപ്പി മൊമെന്റ് എന്ന് പറയുന്നത് എന്റെ അമ്മ എനിക്കൊരു ഉമ്മ തന്ന ഒരു നിമിഷമാണ്. അത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡെലിവറി എന്റെ ഒരു മോളാണ്. ഡെലിവറി ടൈമിലാണ്, ഡെലിവറി കഴിഞ്ഞപ്പോ ഞാൻ ഇവിടെ UAE വെച്ചിട്ടാണ് പ്രഗ്നന്റ് ആവുന്നത്. അപ്പോ എനിക്ക് എന്റെ അമ്മയാണ്, എനിക്ക് സങ്കടം വരും പറയുമ്പോ. അമ്മയെ കാണുന്നു പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് 6 months കഴിഞ്ഞപ്പോ നാട്ടിലേക്ക് പോന്നു. പിന്നെ അവിടെ എറണാകുളത്ത് തന്നെയായിരുന്നു ഡെലിവറിക്ക് അഡ്മിറ്റ്. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയുള്ള ഒരാളാണ് ഞാൻ. എന്ത് കാര്യത്തിനും ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിൽ പ്രത്യേകിച്ച് ഭയങ്കര പേടി എല്ലാത്തിനും. ഇഞ്ചക്ഷൻ ഇപ്പൊ ബ്ലഡ് എടുക്കണമെങ്കിൽ അമ്മ എന്റെ കൂടെ കയറണം. ഞങ്ങൾക്ക് അറിയും ആ ഒരു ഫോബിയ പോലെ, എനിക്ക് അറിയില്ല എന്താന്ന്. അപ്പൊ അമ്മയ്ക്ക് നല്ല ടെൻഷൻ, കാരണം എനിക്ക് നോർമൽ ആകുമോ, ഞാൻ എങ്ങനെ പെയിൻ സഹിക്കും. കാരണം എന്റെ അമ്മയ്ക്ക് 2ഉം C-section ആയിരുന്നു. അപ്പൊ അമ്മയ്ക്ക് അതുകൊണ്ടും ടെൻഷൻ. എനിക്ക് നല്ല വെയിറ്റും വെച്ചായിരുന്നു ആ ടൈമില്. പിന്നെ കുഞ്ഞിനും കുറച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആകെ ടെൻഷനായി. പക്ഷെ എനിക്ക് കറക്റ്റ് ടൈമിൽ തന്നെ പെയിൻ വന്നു. എല്ലാം പെട്ടെന്നായിരുന്നു. 1 hourനുള്ളിൽ എനിക്ക് ബേബി വന്നു. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഐശ്വര്യക്ക് നല്ലൊരു ലക്കാണ്, ഇങ്ങനെയൊന്നും ഭയങ്കര പാടാണ് കുഞ്ഞ് വരാൻ എല്ലാവർക്കും. അപ്പൊ എന്നോട് ആദ്യം ആരെ കാണണമെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ അമ്മയെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡിനെ കാണണ്ടേ, വേണ്ട അമ്മ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്കൊരു ഉമ്മ ഐശ്വര്യ അയ്യോ എന്തത് അറിയല്ലേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു സമയം. ഇപ്പൊ മോക്ക് 2.5 വയസ്സായി. ഞങ്ങൾ ഇവിടെ തന്നെയാണ്, UAE തന്നെയാണ്. ഇപ്പൊ എല്ലാം ഒറ്റയ്ക്ക് നോക്കുന്നു. ആ ഒരു ടെൻഷനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അമ്മയൊക്കെ നാട്ടിൽ തന്നെ, എറണാകുളത്ത് തന്നെ ഉണ്ട്. അമ്മേനെ ഞങ്ങൾ അന്വേഷിച്ചു ഓക്കെ. പറയണ അമ്മയുടെ ഉമ്മയാണ് എന്തെങ്കിലും എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ പറഞ്ഞത്. ഏറ്റവും ഹാപ്പിയസ്റ്റ് ഡേ ആണ്. അമ്മ അറിയട്ടെ. അതെ. താങ്ക് യു ഐശ്വര്യ.
താങ്ക് യു. Okay. അവണിനോ അങ്ങനെ ഒരാളുണ്ടോ നമ്മുടെ ക്ലാസ്സില്? താര ഹിമേഷ്. താര കേൾക്കാഞ്ഞിട്ടാണോ എന്നറിയില്ല കേട്ടോ. റേഞ്ചിന് പ്രശ്നം ഉണ്ടാവും. റോസ്മി ജോജോ. റോസ്മി. ഓക്കെ മിസ്സേ, കേൾക്കാവോ? എനിക്ക് എപ്പോഴും റേഞ്ചിന്റെ പ്രശ്നം. മിസ്സേ, എനിക്കും മക്കളുണ്ടായത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആയിട്ടുള്ളത്. പക്ഷെ അതിലുപരി എനിക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയായിരുന്നു. ആക്സിഡന്റ് അല്ല, ഈ കഞ്ഞി വാർക്കുന്നതിനിടയിൽ കഞ്ഞിവെള്ളം മൊത്തം ദേഹത്ത് വീണിട്ട് എന്റെ 2 കാലും പൊള്ളിയിട്ടുണ്ടായിരുന്നു. കാലും പിന്നെ വയറിന്റെ ഒരു സൈഡും. അപ്പൊ അങ്ങനെ ഈ കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു, 20 ദിവസം ICUലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പുറത്തുനിന്ന് ആരെയും കാണിക്കത്തില്ലായിരുന്നു എന്നെ. അപ്പം അവിടെ തന്നെ ഉണ്ട് നമ്മളെ കുളിപ്പിക്കാനും ഫുഡ് തരാനും എല്ലാ കാര്യങ്ങൾക്കും ആളുണ്ട്. പിന്നെ 10 മിനിറ്റ് മാത്രമേ പുറത്തുനിന്ന് ഒരാളെ കയറ്റുള്ളൂ. അപ്പൊ ചേട്ടൻ വരും, അങ്ങനെ 10 മിനിറ്റ് കണ്ട് സംസാരിച്ച് പോകും. അങ്ങനെ അപ്പനെയും അമ്മയും മക്കളെ രണ്ടുപേരെയും പപ്പായും അമ്മയും ഏൽപ്പിച്ചിട്ടായിരുന്നു ഞാൻ ICUയിൽ കിടന്നു വെച്ചതാ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ പിള്ളേരെ ഒന്ന് എനിക്കിത് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട്, ഒരു മൊബൈൽ ഉപയോഗിക്കാൻ സമ്മതിക്കില്ല, പത്രമില്ല, അങ്ങനെ ഒന്നും പുറത്തുനിന്നുള്ള ഒരു ഇൻഫർമേഷൻ ഒന്നും എനിക്ക് കിട്ടില്ല. ആകെ ഈ ചേട്ടന് 10 മിനിറ്റ് കാണാൻ വരുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാണ്ട് പുറത്ത് ഒരു കാര്യം എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് വീഡിയോ കോൾ ആണെങ്കിലും മതി, പിള്ളേരെ എന്നെ ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പം അവർ കാണിക്കാൻ പറ്റില്ല, അങ്ങനെ മൊബൈൽ അലൗഡ് അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ഡിപ്രഷനും അങ്ങനെയൊക്കെയാണ് കടന്നുപോയത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്നു. പിള്ളേരെ കണ്ടപ്പം പിന്നെ പപ്പയുടെ അമ്മയടുത്തായിരുന്നു ഞാൻ. പിള്ളേരെ കണ്ടപ്പോൾ പിന്നെ ഭയങ്കര ഹാപ്പിയായി. പിന്നെ എന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എനിക്ക് നടക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമായിരുന്നു. കാരണം ഓടിച്ചാടി നടന്നിട്ട്, കാരണം ഇത് പൊള്ളലായോണ്ട് കരിയാൻ കുറച്ച് സമയം എടുക്കും എന്ന് പറഞ്ഞു. മുറിവ് പോലെ പെട്ടെന്ന് കരിയില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒത്തിരി തെറാപ്പിയും ഇതൊക്കെ ചെയ്താണ് എനിക്ക്. ആദ്യം ഞാൻ നിവർന്ന് നിന്നു, അത് കുഞ്ഞു പിള്ളേരെ പോലെ ആയിരുന്നു. ആദ്യം എഴുന്നേറ്റിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ നിന്നു, അത് കഴിഞ്ഞ് പിച്ച നടന്നു. അങ്ങനെ ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ പൊള്ളിയ ആളാണെന്ന് ആരും എന്നെ കണ്ട പറയില്ല. കാലിനായോണ്ട് ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ പുറത്തറിയില്ല. പിന്നെ 3/4 ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സ്കിൻ സർജറി ചെയ്യേണ്ടി വന്നായിരുന്നു. അപ്പൊ ഇങ്ങനെ തൊടയുടെ ഭാഗത്തുനിന്ന് സ്കിൻ എടുത്തിട്ട് എനിക്ക് സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറച്ച് സമയം എടുത്തു അതൊന്ന് നോർമലായി വരാൻ. അപ്പൊ എനിക്ക് ഏറ്റവും എഴുന്നേറ്റ് നടക്കാൻ പറ്റിയതാണ് എനിക്ക് ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ്. കാരണം നമ്മൾ ജീവിച്ചിരുന്നിട്ട് എഴുന്നേറ്റ് ഈ ഒരു പ്രായത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അമ്മ എന്ന നിലയിൽ കുഞ്ഞു പിള്ളേരാണ്. ഒരാൾ ഇപ്പൊ 6ാം ക്ലാസ്സിൽ, ഇപ്പൊ 2 വർഷം മുന്നെയാണ്. ഇപ്പൊ അവൾ 6ാം ക്ലാസ്സിൽ, മോനും 1ാം ക്ലാസ്സിൽ. അപ്പൊ അവനും ചെറുതായിരുന്നു, കുഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ചെയ്തു കൊടുക്കുന്ന പോലെ എന്തായാലും അമ്മ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. അവൻ എപ്പോഴും എൻ്റെ അടുത്ത് വന്ന് പറയും, അമ്മ എനിക്ക് അത് ചെയ്താന്നൊക്കെ പറയുമ്പം എഴുന്നേക്കാൻ പറ്റാത്തൊരു നിസ്സഹായാവസ്ഥയായിരുന്നു എനിക്ക്. അപ്പൊ എനിക്ക് എഴുന്നേറ്റ് നടന്ന് പിള്ളേരുടെ ഒക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയതാണ് എന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ് തോന്നിയിട്ടുള്ളത്. താങ്ക് യു. സുജി ദാസ്. സുജി ദാസ് ഉണ്ടോ? ഗുഡ് ആഫ്റ്റർനൂൺ. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷം പറഞ്ഞത് മോന്റെ സ്കൂളിലെ ആനിവേഴ്സറിക്ക് പോയപ്പോ, എനിക്കറിയാം അവൻ പഠിക്കുന്നറിയാം, പക്ഷെ ബെസ്റ്റ് സ്റ്റുഡന്റിനുള്ള ക്യാഷ് പ്രൈസും അവാർഡും വാങ്ങിച്ചപ്പോഴാണ് ഏറ്റവും പ്രൗഡ് ഓഫ് മൊമെന്റ് പറഞ്ഞ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ളതും. പിന്നെ അവന്റെ അമ്മയെന്നുള്ള രീതിയിൽ 4 ആള് എല്ലാവരും മുന്നിൽ അറിയപ്പെട്ടപ്പോ ഏറ്റവും നല്ല സന്തോഷമുള്ള ദിവസമാക്കി. അവൻ പ്രസവിച്ചതിനേക്കാളും കൂടുതൽ സന്തോഷം ആ ദിവസമാണ്. മോൻ ഇപ്പോൾ 3-ല്. ഓക്കെ മാം. സുധാ സിജി. ഗുഡ് ആഫ്റ്റർനൂൺ മാം. എനിക്കും ഇതുപോലെ തന്നെ ഏറ്റവും പ്രൗഡ് ആയിട്ടുള്ള, അതായത് ഏറ്റവും സന്തോഷം വന്ന നിമിഷം എന്ന് പറയുന്നത് മോൻ ജനിച്ചപ്പോഴാണ്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എനിക്ക് BP ഉണ്ടായിരുന്നു, ഹൈ BP ആയി.
സി സെക്ഷൻ ആയിരുന്നു. അതും ആ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറിയപ്പോ ഫസ്റ്റ് ഡേ തന്നെ കണ്ടത് മറ്റേ വാള് പരിച പോലുള്ള കത്തികളൊക്കെയാണ് കണ്ടത്. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലായിരുന്നു. സത്യം പറഞ്ഞാൽ പേടിച്ചാണ് പോയത്. അവിടെ ചെന്നപ്പോ തന്നെ കടാവറിന്റെ കാര്യമാണ് ഡോക്ടേഴ്സ് ചർച്ച ചെയ്യണത്. പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, എന്തായിരിക്കും സംഭവിക്കണമെന്ന് ഓർത്തു. പക്ഷെ അവന് സിസേറിയൻ കഴിഞ്ഞ് അവനെടുത്ത് അവനെ കണ്ടപ്പോ ഉള്ള ഒരു നിമിഷം അത് പറയാൻ പറ്റില്ല. എന്താ പറയാ, ഭയങ്കര സന്തോഷം തന്നെ ഒരു കാര്യമായിരുന്നു. പ്രത്യേകിച്ച് അവൻ കറക്റ്റ് എന്റെ അമ്മയെ പോലെയാണ്. അമ്മയുടെ ഫേസ് കറക്റ്റ് ആയിരുന്നു. അപ്പൊ എല്ലാരും പറയുമായിരുന്നു, ഓ ഇത് അമ്മൂമ്മ തന്നെയാണല്ലോ എന്ന് പറയുമായിരുന്നു. അവനെ കണ്ടാ പറയും എന്റെ അമ്മയാണ് ജനിച്ചു വന്നത്. അത് എന്താ പറയാ, ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയായിരുന്നു. Okay, okay, thank you, Sita. Neema Rajesh, Neema. Neema ഉണ്ടോ? ഉണ്ട്. Neema കേൾക്കാമോ? കേക്കാം. എല്ലാവരും ഡെലിവറി കഴിഞ്ഞ കാര്യമൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടപ്പോ. എനിക്കും ഭയങ്കര സന്തോഷം തോന്നുന്നു വെച്ചാൽ ഇപ്പൊ ഞാൻ MTTCക്ക് ചേർന്നത് തന്നെയാണ്. കാരണം നമ്മൾ ചെറുതിലെ തുടങ്ങിയ കുട്ടികളോട് എന്താ ലക്ഷ്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരിക്കും നല്ലൊരു ടീച്ചർ ആകണം എന്നായിരുന്നു. പിന്നെ പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ കല്യാണമൊക്കെ വന്ന് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞപ്പോ ഒന്നും ചെയ്യാൻ പറ്റാതെ വീട്ടിലിരുന്ന് ഞാൻ പല പല കോഴ്സുകളും നോക്കി പഠിക്കാനായിട്ട്, കമ്പ്യൂട്ടറും പിന്നെ നമ്മുടെ പല കോഴ്സുകളും നോക്കി. പക്ഷെ എനിക്കതിലൊന്നും അങ്ങോട്ട് ഇഷ്ടം വരുന്നുണ്ടായിരുന്നില്ല. എന്റെ മനസ്സിലപ്പോഴും ടീച്ചർ എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടക്കാറുണ്ട്. ഇപ്പൊ ഞാനിതിന് അഡ്മിഷൻ എടുത്തപ്പോഴും എന്നോട് കുറെ പേര് പറഞ്ഞു കുറെ ചെയ്യാനുണ്ട്, പിള്ളേരെ വെച്ചിട്ടൊന്നും പറ്റൂല, അതൊന്നും എടുക്കണ്ട, നീ എന്തെങ്കിലും ജോലിക്ക് നോക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും എനിക്ക് ഇത് തന്നെ എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കണ കാരണം കൊണ്ട് ഞാൻ ഇത് തന്നെ ഇങ്ങനെ എടുത്തതാ. അപ്പൊ ഇതാണ് എനിക്കിപ്പോ ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു നിമിഷം ഇതാണ്. Okay, thank you, Neema. Mumtaz Mall, Mumtaz. Mumtaz ഉണ്ടോ? Okay, it's okay. Reshma Krishnan, Reshma Krishnan. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ഡെലിവറി തന്നെയാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. 8 മാസം ആയപ്പം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പൊ മോളെ കിട്ടുവോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ, BP ഹൈ ആവും. അപ്പൊ അവളെ കിട്ടി എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. സങ്കടം വരും പെട്ടെന്ന്. ഓക്കെ, വേണ്ട കരയുന്നത്. ഞാൻ ഈ പരിപാടി ഇവിടെ നിർത്താണ് ഈ ആക്ടിവിറ്റി. ഓക്കെ, യെസ്. അപ്പൊ ഇതിപ്പോ നമുക്ക് ഇത്ര മതി. കാരണം ഇത്രയൊന്നുമല്ല, നമുക്ക് എല്ലാവരെയും കൂടി ചെയ്യിപ്പിക്കാൻ പറ്റില്ല അല്ലെ. സ്റ്റുഡൻസിന് 45-50 സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ മുംതാസ്, യെസ്. അപ്പൊ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, നമ്മുടെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ് പറഞ്ഞ സമയത്ത് നമ്മൾ കരച്ചിലാണ് വന്നത് അല്ലെ. നിങ്ങൾക്ക് കരയാനാണ് തോന്നിയത്? കരച്ചിൽ വന്നു, കരഞ്ഞു. ഐശ്വര്യ എന്ത് കരച്ചിലായിരുന്നു? റോസ്മി അല്ലേ കാലുപൊള്ളി എന്ന് പറഞ്ഞത്? അതെ, ഞാൻ തന്നെയാ. അതെ, ഓക്കെ. അങ്ങനെ പലരും പറയുമ്പോഴുള്ള കണ്ണിലുള്ള ആ ഒരു കരച്ചിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മള് അതിന് മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? നമ്മൾ ഏറ്റവും ഹാപ്പിയസ്റ്റ് ഡേ ഓർക്കുമ്പോ നമുക്ക് കരച്ചിലാണ് വരുന്നത്. പക്ഷെ നമ്മള് ഏറ്റവും കരഞ്ഞ നിമിഷം ചില സമയത്ത് ഓർക്കുമ്പോ നമുക്ക് നേരെ തിരിച്ചു തോന്നും അല്ലെ. ചിരി തോന്നുന്നു, ചിരിക്കാൻ തോന്നും. നമുക്ക് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഓർത്ത് കരഞ്ഞത് ഓർത്ത് ചിരിക്കാൻ തോന്നും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഈ ആക്ടിവിറ്റി ചെയ്തപ്പോ നമ്മള് പലരെയും നമുക്ക് കുറെ പേരൊക്കെ മനസ്സിലാക്കാൻ പറ്റും അല്ലെ. പലരും എങ്ങനെയാണ്, പലർക്ക് ഇമോഷൻസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, പലരും എത്രത്തോളം ഇമോഷണലി സ്റ്റേബിൾ ആണ്, എത്രത്തോളം വീക്ക് ആണ് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റൂലേ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ നമ്മുടെ കൂട്ടുകാര് എന്തൊക്കെ ഫീലിങ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്, ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി അല്ലെ. മാത്രമല്ല ഞങ്ങള് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പേര് മാത്രം അറിഞ്ഞിരിക്കുന്നതിനും കൂടുതൽ നിങ്ങൾ അറിയണ്ടേ ഞങ്ങളെ അല്ലെ. അതല്ലേ വേണ്ടത്? മിസ്സിനോടൊരു കാര്യം ചോദിക്കട്ടെ? മിസ്സിന് ഇതുപോലെ സന്തോഷായിട്ടുള്ള ദിവസം ഒന്ന് പറയൂ, എക്സ്പ്ലെയിൻ ചെയ്യോ?
ഇത് ഞാൻ പ്രതീക്ഷിച്ചതായത് എല്ലാ ക്ലാസ്സിലും ചോദിക്കാറുണ്ടാകും. പക്ഷെ ഉത്തരം പറയില്ലല്ലോ. പറയില്ല. ഒരു സമയം വരുമ്പോ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ചോദിച്ചതിൽ സന്തോഷം. ഒരാളെങ്കിലും ചോദിച്ചല്ലോ. മിസ് നേരത്തെ പറഞ്ഞില്ലേ മിസ്, പിന്നെ ടീച്ചർ കോഴ്സ് ചെയ്യേണ്ടിട്ട് നമുക്ക് ഈ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഏതെങ്കിലും അടുത്തുള്ള സ്കൂളുകളിൽ അത് ചെയ്യാൻ പോയിട്ട്. അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് അവിടെ ചോദിക്കൂല അവര് സ്കൂളിൽ നിന്ന്? എന്താണ്? സ്കൂളുകളിൽ നിന്ന് നമുക്ക് ആദ്യം സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് അവിടെ കയറാൻ പറ്റും. കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കാന്നുള്ള സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ട് നമുക്ക് കയറാൻ പറ്റുന്നതാണ്. അവർ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറയും. കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കാന്ന് പറഞ്ഞാൽ സ്കൂളിൽ പ്രശ്നം ഉണ്ടാവില്ല. ചില സ്കൂളുകളിൽ കുഴപ്പമുണ്ടാവില്ല. എല്ലാ സ്കൂളുകളിലും കേട്ടോ, എല്ലാ സ്കൂളുകളും. ഓക്കെ, യെസ്. അപ്പൊ സേവൻ സാറ് ഓഫറിൽ തരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ 10 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂളിൽ കയറാം, ഓഫർ ലെറ്റർ ശരിയാക്കി തരും എന്ന് പറഞ്ഞിരുന്നു. വരുവാണെങ്കിൽ പോണേന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ വേറെന്താ പറയേണ്ടത്? അപ്പൊ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഇത്ര ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോ കരഞ്ഞു തുടങ്ങുകയാണ്. ഇത്ര ചെറിയ മനസ്സിലുള്ള ആൾക്കാരാണ്. ഐശ്വര്യ കരഞ്ഞപ്പോ എനിക്ക് ശരിക്കും കരച്ചിൽ വന്നിട്ട് ഐശ്വര്യ ഇങ്ങനെ കരയരുത്. ഐശ്വര്യ പൊട്ടിയാണ് ഇങ്ങനെ കരഞ്ഞത്. ഐശ്വര്യയുടെ ഹാപ്പിയസ്റ്റ് ആണ് ഐശ്വര്യ കാണിച്ചത്. ഏറ്റവും ഹാപ്പിയസ്റ്റ് ഉള്ള മൊമെന്റ് ഐശ്വര്യ കണ്ണീരിലൂടെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ആളാണ്, എപ്പോഴും ചിരിക്കുന്നതാണ്. പക്ഷെ എനിക്ക് കുറച്ച് പേടി കൂടുതലാണ്, അതാണ് എന്റെ പ്രശ്നം. എക്സ്പെഷ്യലി ഹോസ്പിറ്റൽ, അതൊരു കുറച്ച് പേടിയാണ്. പക്ഷെ പിന്നെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സങ്കടം വരും. ഞാൻ ഒരു ദിവസം 3-4 തവണ അമ്മയെ വിളിച്ചുകൊണ്ടിരിക്കും ഇവിടുന്ന് വീഡിയോ കോൾ ചെയ്യും. അമ്മ എടുത്തില്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ടെൻഷനും വരും, വിഷമവും വരും. അച്ഛനും ചേട്ടനൊക്കെ ഉണ്ട് വീട്ടില്, പക്ഷെ എന്നാലും അമ്മ എടുക്കണം. അപ്പൊ അമ്മയാണ് എന്റെ ബെസ്റ്റ് അല്ലേ? എല്ലാവരും അമ്മമാരോടാണ് പ്രത്യേക താല്പര്യം. എന്ത് വന്നാലും അല്ലേ, നമുക്ക് അങ്ങനെയാണ്. അമ്മ എന്ന് പറയുന്നത് അല്ലേ? അമ്മ എന്റെ കൂടെ വരും എപ്പോഴും. ഞാൻ പറയുന്നതിന് എന്ത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് അമ്മ പറയും. പക്ഷെ എന്നെ കൂടുതലും എന്റെ കാര്യങ്ങൾക്കൊക്കെ വരുന്നതും എന്നെ നോക്കുന്ന അമ്മ. എല്ലാം ഞാൻ അമ്മോട് ചോദിക്കും എന്തിപ്പോ ചെയ്യണമെങ്കിലും. അങ്ങനെ ഒരു ഇതായിപ്പോയി. പക്ഷെ അതെനിക്ക് ഇഷ്ടം. ഒരു കുഴപ്പമില്ല, അങ്ങനെ തന്നെ വേണം കേട്ടോ. പക്ഷെ ഒരു സമയത്ത് ഞാൻ അമ്മ കൂടുതൽ വിഷമിപ്പിച്ചിട്ടുണ്ട്. അത് ഓർക്കുമ്പോഴും ഒരു ടെൻഷൻ, അതും മനസ്സിൽ അങ്ങനെ പോവാതെ കിടക്കുക. പക്ഷെ എന്നാലും എനിക്ക് അമ്മ ഇഷ്ടമായിരുന്നു ആ സമയത്തും. അതും ഒരു ഐശ്വര്യയോടും ഞാൻ പറയട്ടെ, ഒരു കാര്യം പറയട്ടെ ഐശ്വര്യ, യുവർ ലക്കി എന്നെ നമ്മൾ പറയണം കേട്ടോ. അങ്ങനെ ഒരു അമ്മേനെ കിട്ടിയത് ടീച്ചറിനായിരുന്നു. നല്ല ശരി, ഞാൻ എന്റെ അമ്മയെ കണ്ടിട്ട് പോലുമില്ല. എനിക്ക് 1 വയസ്സുള്ളപ്പോ മുന്നേ അങ്ങ് വെച്ചതാണ്. ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഇത്ര വർഷങ്ങളായി. നമുക്ക് ആളുടെ ശബ്ദം അറിയില്ല, എങ്ങനെയാണ് ഒന്നും അറിയില്ല. പക്ഷെ അത് ഞാൻ എപ്പോഴും അമ്മ എന്നുള്ളത് വിചാരത്തിന് ഏറ്റവും കൂടുതലായിട്ട് കൊണ്ടെടുക്കുന്ന ആളാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ലക്കിയാണ്. അമ്മയുടെ കൂടെ ജീവിക്കാൻ പറ്റുന്നതിന് ഏറ്റവും നല്ല ലക്കിയസ്റ്റ് മൊമെന്റ്സ് അല്ലേ? അതെ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ എന്ന് വെച്ചാൽ, എന്റെ ഹസ്ബൻഡിന്റെ അമ്മയാണെങ്കിലും നല്ലൊരു അമ്മ തന്നെയാ. എന്റെ അമ്മ, എനിക്ക് എന്റെ അമ്മയൊക്കെ കൂടുതൽ എന്റെ കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യുന്നൊരു അമ്മയെന്ന് പറയാം. ഞാൻ അവിടെ ഉള്ളപ്പോ എനിക്കറിയില്ല, നല്ല സ്നേഹമുള്ള ഒരു അമ്മയാണ് അതും. കുറച്ച് ഏജ്ഡ് ആണ് ആള്, പക്ഷെ എന്നാലും നല്ല സ്നേഹമുള്ള ഒരു അമ്മയാണ് അതും. അപ്പൊ പലരെയും കരയിപ്പിച്ചതിൽ ഞങ്ങൾ സോറി പറയണം. നമ്മൾ ആക്ടിവിറ്റി ചെയ്യുമ്പോ കരഞ്ഞു പോകും. ചെയ്യാനൊന്നും പറയാനില്ല അല്ലെ? അപ്പൊ നിങ്ങളൊക്കെ കുറച്ചുകൂടി കൂടുതൽ അടുത്തറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കൂടി ചെയ്യുന്നത് കേട്ടോ. നമ്മള് ഇനി ഒരു 6 മാസം അല്ലെങ്കിൽ 7 മാസം 8 മാസത്തോളം ഒക്കെ ചിലപ്പോൾ കോഴ്സ് ഉണ്ടാവും. അതുവരെ നമ്മളൊരു ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പൊ പരസ്പരം എല്ലാവരും അറിഞ്ഞിരിക്കുക. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ടീച്ചേഴ്സിന് നിങ്ങളെല്ലാവരും അറിയണം എന്നുള്ളത് അതങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ സ്കൂളിൽ പോയാലും നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം കണ്ടന്റ് പഠിക്കുന്നതിനേക്കാളും മുമ്പ് നമ്മുടെ മുൻപിലിരിക്കുന്ന കുട്ടികൾ ആരൊക്കെയാണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവരെന്താണെന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ട് വേണം മാത്രമേ നമ്മൾ പഠിപ്പിച്ചു തുടങ്ങാൻ പാടുള്ളൂ. ഓക്കെ, അതും നിങ്ങൾ അവരും നമ്മുടെ വ്യത്യാസമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. നിങ്ങളിപ്പോ ഇവിടെ സ്റ്റുഡൻസ് ആണ് അല്ലെ? മോണ്ടിസോറി ടീച്ചിങ് സ്റ്റുഡൻസ് ആണ്. അപ്പൊ അതും കൂടി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എങ്ങനെയാണ്. എനിക്ക് പേടി ഉണ്ടായിരുന്നു. ഇത് വേറെ ക്ലാസ്സിലൊക്കെ ചെയ്തപ്പോ കുറെ പേര് ഇതുപോലെ തന്നെ കരച്ചിലായിരുന്നു. ഏറ്റവും ഹാപ്പിയസ്റ്റ് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിട്ടുള്ള കുട്ടികളുണ്ട്. അതേപോലെ നേരെ സാഡസ്റ്റ് മൊമെന്റ് പറയുന്ന സമയത്ത് ടീച്ചറെ എനിക്ക് ചിരിച്ചിട്ട് വയ്യ, എനിക്ക് ഓർക്കാൻ വയ്യ ടീച്ചറെ എന്ന് പറഞ്ഞത് ചിരിച്ച് പറയുന്ന പിള്ളേരെ ഞാൻ പറ്റും. ഓക്കെ, അപ്പൊ പല അനുഭവങ്ങളും നമുക്ക് പല രീതിയിലായിരിക്കും അല്ലെ? ഓക്കെ,
ഇപ്പൊ നമ്മളൊക്കെ തമ്മിൽ ഇപ്പൊ കുറച്ചും കൂടി ഒരു അടുപ്പമായില്ലേ, എല്ലാവരെയും കുറച്ചു പേരെങ്കിലൊക്കെ ഒന്ന് പരസ്പരം അറിഞ്ഞു പഠിക്കുന്നുണ്ട് അല്ലെ? എങ്ങനെയാണ് നിങ്ങളെന്ന് ആദ്യത്തെ ഫസ്റ്റ് പരിചയപ്പെടലിൽ തന്നെ കുറെ പേരെ നമ്മൾ അറിഞ്ഞു എങ്കിലും ഒരു അടുപ്പില്ലാതെ പോകുന്ന ക്ലാസ് വളരെ ബോറായിരിക്കും. അങ്ങനെ ഞങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് നിങ്ങൾ വെറുതെ ചാപ്റ്റർ മാത്രം പഠിപ്പിച്ചിട്ട് പോകാം അല്ലെ? പഠിപ്പിച്ചിട്ട് അത് മാത്രം പഠിപ്പിച്ചാൽ പോരെ? അങ്ങനെ വേണ്ട. അതൊരിക്കലും അധ്യാപനത്തിന് പറ്റിയ നല്ലൊരു രീതി ഒരിക്കലല്ല. അതൊരു സുഖമുള്ള ഒരു ക്ലാസ് ഒരിക്കലും ആവില്ല. അത് നിങ്ങൾക്ക് നിങ്ങളൊരു സ്കൂൾ ടീച്ചറായി പോകുന്ന സമയത്തൊക്കെ മനസ്സിലാവും. കുട്ടികളോട് കൂടുതൽ അടുക്കുന്തോറുമാണ് പഠിപ്പിക്കുന്നതിലേക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് എത്താൻ പറ്റുന്നത്. അടുപ്പാണ് വേണ്ടത്, അറ്റാച്ച്മെന്റിനാണ് ആ ഒരു ബോണ്ടിങ് എന്നൊക്കെ പറയുക നമ്മളത്. നിങ്ങൾക്ക് മനസ്സിലാവും കോഴ്സ് തീരുന്നതോടുകൂടി. ഇപ്പൊ ഞങ്ങളുടെ MT5 കുട്ടികൾ എന്ന് പറഞ്ഞാൽ കോഴ്സ് കഴിഞ്ഞിട്ടോ കോൺവൊക്കേഷൻ ആണ്. നിങ്ങള് ഒന്നും പറയാനില്ല അവരെ പറ്റി. അത്ര സ്നേഹമുള്ള കുട്ടികളാണ്. അത് എന്തുകൊണ്ടാണ് അവരെ സ്നേഹം ഇങ്ങോട്ട് തന്നത്? തിരിച്ച് അങ്ങോട്ട് കൊടുത്തിട്ടായിരിക്കില്ലേ അല്ലേ? ഇങ്ങനെ ആയിരുന്നു അവര്. നിങ്ങളെ പോലെ തന്നെ, നിങ്ങളെ പോലെ പാവങ്ങളാണ്. ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് അപ്പൊ തന്നെ കഴിയുന്ന പിള്ളേരാണ്. പക്ഷെ ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോ അവര് നല്ല ബോൾഡായി കേട്ടോ. ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോ നല്ല ടീച്ചേഴ്സായി മാറി. അപ്പൊ എവിടെ നിന്ന് എന്ത് ടോപ്പിക് കൊടുത്താലും അവിടെ നിന്ന് സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ആയിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പൊ ബെസ്റ്റ് സ്റ്റുഡൻസ് കുറെ പേരുണ്ടല്ലോ. ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കുറെ സ്റ്റുഡൻസ് നമ്മുടെ MT5 ഉണ്ട്. പിന്നെ ഏറ്റവും ബെസ്റ്റ് ബാച്ച് എന്ന് പറയുന്നത് നമ്മുടെ MT8 ഉണ്ട്. മോണ്ടിസോറി 8th ബാച്ചിലെ കുട്ടികളാണ്. ഒന്നും പറയാനില്ല കേട്ടോ. അതൊക്കെ അക്ഷരം പ്രതി നല്ല കുട്ടികളെന്ന് പറയാം. നല്ല അമ്മമാരുമാണ്. ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരും എല്ലാവരും പറയുന്നത്. പക്ഷെ നല്ല സ്നേഹമാണ് എല്ലാവരും. നമ്മൾ ശരിക്കും മനുഷ്യരെ അടുത്തറിയുമ്പോൾ എല്ലാവരും പാവങ്ങളാണ്. എല്ലാവരുടെയും അവസ്ഥകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ചിലരുടെ അവസ്ഥയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അവർക്ക് ഏറ്റവും സന്തോഷം ക്ലാസ്സിൽ കയറുന്നതാണ്, നമ്മുടെ കൂടെ ഇടപെടുന്നതൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടില്ല. ഏറ്റവും അടുത്ത് ചേർത്ത് വയ്ക്കാനേ നോക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ അവരെന്ന് വെച്ചാൽ എന്ത് വിഷമം ഉണ്ടെങ്കിലും ക്ലാസ്സിൽ പറയും, നമ്മളോട് ഷെയർ ചെയ്യും, അവരുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യും. അതൊക്കെ അപ്പൊ നമുക്ക് കൂടെയൊക്കെ ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നല് തോന്നും അല്ലെ? അപ്പൊ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് തരാത്തതിനപ്പുറം കൂട്ടുകാർക്കും ടീച്ചേഴ്സിനും ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തരാനൊക്കെ പറ്റും. എന്റെ ജീവിതത്തിലെ എനിക്ക് അധ്യാപകരും കൂട്ടുകാരൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ നല്ല അനുഭവങ്ങൾ തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ടീച്ചേഴ്സിന് അതേപോലെ എന്താ പറയാ, പറയാൻ പറ്റില്ല അധ്യാപകരെ കുറിച്ച് പറഞ്ഞാല്. ഇപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തുടങ്ങി ഇപ്പൊ ഇവിടെ വരെ ജോയിൻ ചെയ്തപ്പോൾ തുടങ്ങിയുള്ള എല്ലാ ടീച്ചേഴ്സിനും എനിക്ക് എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ടുള്ളത് ടീച്ചേഴ്സ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളവരെ പറയാനുള്ളത് നമ്മൾ സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ബാക്കിയുള്ളവരെ ചെയ്യിപ്പിക്കാത്തത്. ഓക്കെ, എന്ത് തോന്നി നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരുടെ ഹാപ്പിയസ്റ്റ് കേട്ടപ്പോ? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും വർഷം കൂടി നമ്മൾ വീണ്ടും പഠിക്കാൻ വന്നേക്കാം. അന്നേരം നമുക്ക് ഇത്രയും വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹസ്ബൻഡ്, ഫാമിലി, കുട്ടികള് ഇവരുടെ കാര്യം മാത്രം അന്വേഷിച്ചാൽ മതിയായിരുന്നു. നമുക്ക് എന്തെങ്കിലും സങ്കടം വന്നാൽ നമ്മുടെ ഉള്ളിൽ തന്നെ അല്ലെ, ഹസ്ബൻഡിനോട് ചിലപ്പം പറയാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ വന്നപ്പോ ആണെങ്കിൽ നമുക്ക് കുറെ ഫ്രണ്ട്സിനെ കിട്ടി. അതെ, അതിന്റെ സങ്കടം വേണ്ടോ? അനു ഓക്കെ, നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ. ആരും ഒറ്റയ്ക്കല്ല. ഇത് കഴിഞ്ഞാൽ കോഴ്സ് കഴിഞ്ഞാലും നിങ്ങൾ ആരും ഒറ്റയ്ക്കല്ല. നമ്മളത് കോഴ്സ് കഴിഞ്ഞിട്ട് എത്രയോ കൂട്ടുകാർ, എത്രയോ സ്റ്റുഡൻസ് നമ്മുടെ എപ്പോഴും കോൺടാക്ട്സുള്ള കുട്ടികളുണ്ടെന്നറിയാം. കാണും, വിളിക്കും, മെസ്സേജ് അയക്കാം. ആ ഒരു ഈ ലൈഫ് ലോങ് ആണിത്. ഇത് പോവില്ല, പേടിക്കണ്ട കേട്ടോ. ടീച്ചറിന്റെ ഭാഗത്തുനിന്ന് കിട്ടി, ഒരു ഗ്രൂപ്പ് തന്നെ കിട്ടി. വേറൊരു സന്തോഷം, ഇപ്പൊ 101 ആയി ഗ്രൂപ്പില് മെമ്പേഴ്സ്. ഇന്ന് 101 ആയി. 100 കഴിഞ്ഞു. മിസ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഒരു വേവ് ലെങ്ത് ആണെന്ന് മനസ്സിലാക്കി. ഞങ്ങളുടെ ഗ്രൂപ്പ് നല്ല അടിപൊളിയാണ് മിസ്സേ. എല്ലാരും എല്ലാ കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ഒരു ഭാഗം തന്നെയായി. ഇടയ്ക്കിടയ്ക്ക് ഗ്രൂപ്പിൽ വന്ന് നോക്കും ആരൊക്കെ എന്തൊക്കെയോ പറയണേന്ന്. അവന് റിപ്ലൈ കൊടുക്കലും പിന്നെ ഓരോരുത്തരുടെ ഡൗട്ടും അവരുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. മറ്റേത് എപ്പോഴും പ്രശ്നമായിരുന്നു, ഹസ്ബൻഡ് സംസാരിക്കുന്നില്ല. ഇപ്പൊ എനിക്ക് ടൈമില്ല. ഇപ്പൊ ഞാൻ പറയുന്നു എനിക്ക് ടൈമില്ല. നിങ്ങൾക്ക് നമ്മുടെ കരിയർ ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് അല്ലെ? ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് പുറകെ നടന്നോളും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഇമ്പോർട്ടന്റ് ആണോ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? മനസ്സിലായി? കുട്ടികളൊക്കെ അതൊക്കെ സപ്പോർട്ടീവായിട്ട് വരുള്ളൂ. അതൊക്കെ ആ സമയത്ത് വന്നോളും. പിന്നെ ബാക്കി ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ നടന്നോളൂ. നമ്മളതൊന്നും ബോധം ചെയ്യേണ്ട ആവശ്യമില്ല.
പിന്നെ ഇത്രയും ഒരു വലിയൊരു ഫാമിലി ഉണ്ട്, 101 സ്റ്റുഡൻസ് ഉള്ള 101 ഫ്രണ്ട്സ് ആയി ഇപ്പൊ നമുക്ക് അല്ലെ. അത് തന്നെ ഒരു സന്തോഷം. അതെ. പിന്നെന്താ പറയാനുള്ളത്? ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യിപ്പിച്ചതാണ്. ഈ ആക്ടിവിറ്റി ഇതുപോലെ നമ്മൾ സമയം കിട്ടുമ്പോ ഏതെങ്കിലുമൊക്കെ ലൈവ് സെഷൻസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട്. ചിലപ്പോൾ തരുന്നത് എന്തെങ്കിലും ടോപ്പിക്സ് വന്നിട്ട് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കും. ഇൻസ്റ്റന്റ് ആയിട്ട് ടോപ്പിക് തരും. ഇൻസ്റ്റന്റ് മീൻസ് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നിങ്ങൾ ആരും ഒന്നും പേടിക്കൊന്നും വേണ്ട, എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രമേ തരുള്ളൂ. ചില ടോപ്പിക് എന്ന് പറയുമ്പോൾ ഇപ്പൊ അതും പ്രശ്നമാണ്. ഇപ്പൊ ഇവിടെ ടോപ്പിക് ഒന്നും കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കൊടുക്കുന്ന ടോപ്പിക്സുകൾ വേണ്ടിയിട്ട് പറയാം. ഒന്ന് വിമൻസിനെ കുറിച്ച് പറയാറുണ്ട്. വിമൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാറുള്ളത്? ഞാൻ 2 പേരെ വിളിച്ച് അവർ സംസാരിക്കും. 2-3 മിനിറ്റ്. അമ്മയെ കുറിച്ച് പറയുമ്പോൾ കൂടെ കുറെ കരഞ്ഞോടും. അങ്ങനത്തെ ടോപ്പിക്സ് എടുക്കാറ്. പിന്നെ നമ്മുടെ കേരളത്തെ കുറിച്ച്, അല്ലെങ്കിൽ മാനുഷിക മൂല്യങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ വേറൊരു വിഷയമുണ്ട്. അമ്മയെക്കാൾ വലിയ വേറൊരു വിഷയമുള്ള ഒരാളുണ്ട്. അച്ഛനെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ടുണ്ട്. എന്റെ ദൈവമേ, ഞാൻ ആ ക്ലാസ് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് അപ്പൊ അമ്മയേക്കാൾ മറ്റൊരു വികാരം അച്ഛൻ. അത് വലിയൊരു പ്രശ്നമാണ്. ഓക്കെ, അങ്ങനെ ടോപ്പിക്സ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ സമയത്ത് എന്താണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് അതിനെ കുറിച്ച് സംസാരിക്കാനാണ് പറയുന്നത്. അച്ഛൻ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു, ഒരു അമ്മ എങ്ങനെയായിരുന്നു, ഇന്നിപ്പോ കേരളത്തെ കുറിച്ച് പറയാൻ പറയും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ 2-3 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ പറയണം. അങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ട് ആക്ടിവിറ്റീസ് തരും. ഇത് നിങ്ങളുടെ കൂടുതൽ ഗ്രോത്ത്, പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് ആക്ടിവിറ്റീസ് ഒക്കെ തന്നത് കേട്ടോ. വെറുതെ ഇങ്ങനെ ക്ലാസ്സുകൾ കേട്ട് ആക്ടിവിറ്റി എഴുതിക്കൊണ്ട് എന്നിട്ട് കാര്യമില്ല. പേഴ്സണലി നിങ്ങൾക്ക് കുറെ മാറ്റങ്ങൾ വരണ്ടേ വേണ്ടേ? സംസാരിക്കാൻ പറ്റാത്ത കുറെ പേരുണ്ടാവും. അതായത് അധികം സംസാരിക്കാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവരൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരണം. ഇതേപോലെ നമ്മൾ ഐശ്വര്യ പറഞ്ഞ പോലെ പേടിയുള്ള ആൾക്കാരെ, പേടിയൊക്കെ നമുക്ക് സൈക്കോളജി ക്ലാസ്സിൽ ഇരുന്ന് മാറ്റണം കേട്ടോ. ഒരു മുറിന് അപ്പുറത്തെ മുറിയിലേക്ക് പോകാൻ നിങ്ങൾക്ക് പേടിയുണ്ടോ രാത്രി? പേടിയുണ്ടോ? പേടില്ല. അപ്പൊ പ്രശ്നമൊന്നുമില്ല. വേറെ ക്ലാസ്സിലെ പിള്ളേരൊക്കെ ഭയങ്കര വഴിക്കാരാണ്. അപ്പൊ നമ്മള് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ പറയും, ഇപ്പൊ ഒന്ന് തിരിഞ്ഞ് ബാക്കിലേക്ക് ഒന്ന് നോക്കിയേ. അപ്പൊ തന്നെ ഭയങ്കര പേടിയാണ്ടാ കുട്ടിക്ക്. എന്റെ മിസ് അടുപ്പുള്ളവര് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ഉറക്കില്ല. അതെ, നിങ്ങൾ ഇരിക്കുന്ന എന്നെ പറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത എനിക്ക് അതിൽ വലിയ പേടിയാണ്. പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്ന വിഷയങ്ങള് നിങ്ങളുടെ പേര് മാറ്റാൻ പോകുന്നത് കേട്ടാ. ഓക്കെ, നമ്മളത് പഠിച്ചോടത്ത് വേണം. ഞാൻ ബോഡി നോക്കാറുണ്ടോ? എനിക്ക് പേടിയാണ്. ബോഡി അവിടെ കരച്ചിൽ വരുമ്പോ തന്നെ നമ്മൾ നോക്കും. പക്ഷെ പോയി പ്രശ്നം നമ്മളത് ചെന്നു എന്നുള്ളതാണ്. പക്ഷെ ബോഡിയിലൊക്കെ ഒന്ന് നോക്കി പേടി അല്ലേ? നിങ്ങൾക്ക് പലപ്പോഴും തോന്നാറില്ലേ, നമ്മള് രാത്രി പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടെ എന്തോ അനങ്ങുന്നുണ്ട്, നമ്മളങ്ങ് സ്ഥിരീകരിച്ചു അവിടെ എന്തോ ഉണ്ട് അല്ലെ? അവിടെ ചിലപ്പോ ഒരു വാഴ അനങ്ങണായിരിക്കും, ഒരു കാറ്റുകൊണ്ട് ചിലപ്പോ വാഴ അനങ്ങണ്ടായിട്ടുള്ളൂ. നമ്മൾ തീരുമാനിച്ചു ചേട്ടാ അവിടെ ആരും നിൽക്കുന്നുണ്ട്, ഉറപ്പാണ് ഞാൻ കണ്ടു, പ്രേതമാണെന്ന് തീരുമാനിക്കുന്നത്. ഇതൊക്കെ ആരാ തീരുമാനിക്കുന്നത്? നമ്മുടെ മനസ്സാണ് കേട്ടോ. നിങ്ങൾ ആ ചാപ്റ്ററിലൊക്കെ എത്തും. ചാപ്റ്ററിലോട്ടൊക്കെ എത്തും. നമുക്ക് ടീച്ചറായിട്ട് പഠിക്കാം കേട്ടോ. എന്നാ അതിന്റെ പേര് നമുക്ക് മാനസികമായി പഠിക്കുന്ന കുറെ ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇന്റലക്ച്വൽ ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ഡിഫൻസ് മെക്കാനിസം, നമ്മുടെ മനസ്സിന് 12 തന്ത്രങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വരുന്നുണ്ട്, കാണാം. സൈൻ ഔട്ട് ഉണ്ടോ? Good afternoon, everyone. It's Miss Shruti. Thank you so much, ma'am, for the valuable session today. Also, a big thank you to all my classmates for the wonderful interactions and the responses. It was a memorable session, and I am looking forward to the next one. Signing out for now. Have a great day ahead. Once again, thank you. താങ്ക് യു. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നമ്മുടെ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ പറയുന്ന പോലെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് പറയാനുണ്ടെങ്കിലേ, ക്ലാസ് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് വന്നിട്ടില്ലേ ഒഫീഷ്യലി സ്മാർട്ട് സ്റ്റഡിയുടെ? ഭയങ്കര മോശമാണ്. കമന്റ് ചെയ്യാം, പറയാം കേട്ടോ. വോയിസ് അയച്ച് പറയാം കേട്ടോ. ഒരു പ്രശ്നം ഗ്രൂപ്പ് എന്തോ അഡ്മിൻസ് ഓൺലി ആണെങ്കിൽ ആ ഗ്രൂപ്പില് മെസ്സേജ് അങ്ങോട്ട് അയച്ചാൽ മതി. ധൈര്യമായിട്ട് ഇവിടെ കിട്ടിക്കോളും കേട്ടോ. അപ്പൊ ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും വിമർശനങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. വോയിസ് എന്തോ മാം ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നില്ലേ? ഡെഫിഷ്യൻസി അല്ലേ? അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ മാം.
ഓക്കെ ഓക്കെ. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ചാണ് മിസ് പറഞ്ഞിരുന്നത്. ആ അതിന് 3 ഡെവലപ്മെന്റ് ഡെഫിനിഷൻസ് എഴുതാൻ പറഞ്ഞിരുന്നു, 3 പേരുടെ. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങളെ ഒന്ന് വായിപ്പിക്കാം കേട്ടോ. ഓക്കെ മിസ്, താങ്ക് യു മിസ്. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. Thank you, ma'am. Thank you so Thank you, miss. Thank you.